ആസ്വദിച്ച് ഒരു ഈവനിങ് ചായ കുടിക്കണം. കുഞ്ഞ് ഒന്ന് ഉറക്കമായപ്പോൾ ഞാൻ നൈസായിട്ട് അടുക്കളയിലോട്ട് കയറി ഒരു സിമ്പിൾ മസാല ടീ ഉണ്ടാക്കി. ഹലോ ഗൈസ്, ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു മസാല ചായ ഉണ്ടാക്കാം. 1.5 കപ്പ് പാല്, 1.5 കപ്പ് വെള്ളം. ഈവനിങ് ടൈമിൽ കുഞ്ഞ് നല്ല ഉറക്കമാണെന്ന് കണ്ടപ്പോൾ നല്ലൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏലക്ക ഇട്ടു, പിന്നെ ഗ്രാമ്പൂ ഇട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര ആദ്യം കുറച്ച് ഇടുന്നുള്ളേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുക ചെയ്യുന്നത്, കാരണം ഇവിടെ അമ്മയ്ക്ക് പഞ്ചസാര കുറച്ച് മതി. പിന്നെ ചായപ്പൊടി തിളച്ച് വരുമ്പോഴേ ഞാൻ ഇടാറുള്ളൂ, കാരണം ആ സമയത്ത് ഇടുമ്പോൾ അതിൻ്റെ കളറും കിട്ടും. പിന്നെ ആ ചായപ്പൊടിക്കകത്ത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഒത്തിരി നേരം അത് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചായ അരിച്ചെടുത്ത് പാത്രത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ട് ആറ്റിച്ചു. എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു മീ ടൈം, അതുപോലെ തന്നെ അമ്മമാരുടെ ഒരു മീ ടൈമാണ് ഈ ചായ കുടി. കുഞ്ഞുറങ്ങുമ്പോൾ സ്പെസിഫിക്കലി നമുക്ക് അറിയാമല്ലോ, അവരെപ്പോഴാണ് എണീക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ തീർക്കണം. പക്ഷെ ഇന്ന് സമാധാനത്തോടെ ഇരുന്നൊരു കപ്പ് ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാനൊരു കപ്പ് ചായ എടുത്ത് അതിനകത്ത് എനിക്ക് ആവശ്യമുള്ള മധുരവും ചേർത്ത് ഒരു കപ്പ് അമ്മയ്ക്കും എടുത്ത് മാറ്റി വെച്ച് അമ്മയ്ക്കും കൊടുത്ത് അങ്ങനെ ഞാൻ ഈ ചായ റെഡിയാക്കി. ചായയോട് ഇഷ്ടമുള്ള എന്നെപ്പോലെ ചില കൂട്ടരുണ്ട് കേട്ടോ. ചായ എന്ന് പറഞ്ഞാലൊരു വികാരമാണ്. പണ്ട് നോർത്തിലായിരുന്നപ്പം മമ്മി എന്നും രാവിലെ ചൂടോടെ ചായ എനിക്കുണ്ടാക്കി തരുമായിരുന്നു. ആ ചായക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എത്ര ഉണ്ടാക്കിയാലും എനിക്ക് അത്രയ്ക്ക് ഒരു ടേസ്റ്റ് തോന്നാറില്ല. പിന്നെ ഞാനൊരു കേക്ക് കഷ്ണം എടുത്ത് ആ ചായയുടെ കൂടെ, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഈ സമയത്തൊക്കെ നല്ല വിശപ്പാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് സമാധാനത്തോടെ ഇരുന്ന് ചായ കുടിച്ച്. ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന ഓർക്കുമ്പം എനിക്ക് നോർത്തിലിരുന്ന് അവിടെ പഞ്ചാബിലിരുന്ന് ചെറിയ തണുപ്പിൽ രാവിലത്തെ ചായ കുടിയാണ് ഓർമ്മ വരുന്നത്. ആ ചായ കുടിക്കുമ്പോൾ ഞാനും മമ്മിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയും. എന്ത് രസമായിരുന്നു അല്ലേ അതൊരു കാലം. ഓരോ സമയത്തിനും അതിൻ്റേതായ ഒരു വിലയുണ്ട്, നമ്മളതറിഞ്ഞ് വേണം പെരുമാറാൻ. ബായ്.